ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവരും എക്സാമിന് റെഡി ആയിട്ടാണ് വന്നതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിസ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ പറയും. ആ ടൈമിൽ നിങ്ങൾ അതിന്റെ ആൻസർ എഴുതിയാൽ മതി. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതി വെക്കണ്ട, കാരണം നമുക്ക് ഒരു 40 മിനിറ്റ് കഷ്ടി വന്നാൽ കിട്ടൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതണ്ട. ഫസ്റ്റ് വൺ നമ്പർ മാത്രം ഇട്ടിട്ട് എഴുതിയാൽ മതി. അപ്പൊ ആദ്യത്തെ മേലെ ഒരു ഹെഡിങ് എഴുതുക, അർത്ഥം എഴുതുക എന്നാണ്. അർത്ഥം എഴുതുക എന്നാണ് മീനിങ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ മീനിങ്? അത്രേ ഉള്ളൂ. നമ്മളെ ഫസ്റ്റ് ഒരു റഫ് ബുക്ക് എടുത്തോ, റഫ് ബുക്ക് അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് എടുത്തോ, ഏതായാലും മതി. ഇതൊന്നും നശിപ്പിച്ച് കളയരുത് കേട്ടാ, നമ്മളെ ക്ലാസ് തുടങ്ങിയതിന് ശേഷം നമുക്ക് കാണേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ അതുപോലെ മുമ്പേ തന്നെ പറയാ, നിങ്ങൾ എക്സാം തുടങ്ങി ഇത് കഴിഞ്ഞ ഉടനെ എനിക്ക് പോസ്റ്റ് ചെയ്യണം. വൈകുന്നേരത്തേക്ക് വെക്കരുത്, ചെയ്ത ഉടനെ. ഓക്കെ, അപ്പോ എന്റെ പേഴ്സണലിൽ ഇട്ടാ മതി, ഗ്രൂപ്പിൽ ഇടണ്ട. അപ്പോ ഫസ്റ്റ് പാഠത്തിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് വൺ അർത്ഥം എഴുതുക എന്നാണ്. റോമൻ ലെറ്ററിൽ ഇട്ടിട്ട് വേണം എഴുതുന്നെങ്കിൽ എഴുതിയാൽ മതി നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ആൻസർ മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് വൺ അർത്ഥം എഴുതുക. ഒന്നാമത്തത് 1 ഇടുക, ക്വസ്റ്റ്യൻ നമ്പർ 1 ഇടുക, എനിക്ക് എഴുതുക. മാമറ, അർത്ഥം എഴുതിക്കോ. ഏടി നോക്കിയതും വേണ്ട, മിസ്സിന്റെ കുട്ടികൾ പഠിച്ചോ എന്നറിയാൻ വേണ്ടി മാത്രമുള്ള ഒരു പരീക്ഷയാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഏടി നോക്കിയിട്ടൊന്നും ആരും എഴുതണ്ട, സ്വന്തമായി അറിയുന്നത് എഴുതിയാൽ മതി. ഓക്കെ, മാമറ അർത്ഥം. ശ്രീ വിഷ്ണു എഴുതിയോ മോനെ? എഴുതിയല്ലേ, കുറെ കുട്ടികൾ എഴുതി. ഓക്കെ, ആതിര എഴുതി, നിജാദ്, ഹരിനന്ദ് എഴുതി, അശ്വിൻ എഴുതിയോ? ഹെവൻ എഴുതി, ശ്രീ വിഷ്ണു എഴുതുന്നുണ്ട്. ജസ്റ്റിസ് എഴുതി. ഓ, എല്ലാരും പഠിച്ചിട്ടുണ്ട്. ഹലീമ എന്തായി? എഴുതി അല്ലേ? ഓക്കെ, ഗുഡ്. അപ്പൊ നെക്സ്റ്റ് ആദ്യത്തത് മാമറ ആണ്, അതിന്റെ അർത്ഥം എഴുതണം. നെക്സ്റ്റ് വൺ അന്തം. അന്തം നമ്മൾ പഠിച്ചാണ്. ജുവാന, നമ്മളിവിടെ ഒരു ചെറിയൊരു പരീക്ഷ ഇടുകയാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അർത്ഥം എഴുതുകയാണ് ഫസ്റ്റ്. അതില് ഫസ്റ്റ് മാമറ എഴുതിക്കോ. തുടങ്ങിയതേ ഉള്ളൂ, എഴുതിയല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പറഞ്ഞത് അന്തം. രണ്ടാമത്തെ അർത്ഥം എഴുതാൻ പറഞ്ഞത് അന്തം. എഴുതിയോ? നെക്സ്റ്റ് പാദം. പാദം. അപ്പൊ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പാദം എന്നല്ല, നമ്മുടെ നമ്മുടെ കവിതയില് വേറൊരു വാക്കായിരുന്നു. അതിന്റെ അർത്ഥാണ് പാദം. കിട്ടിയോ? ഓക്കെ, നിജാദ്. രണ്ടാമത്തത് ആദ്യത്തെ മാമറ, രണ്ടാമത്തെ അന്തം. ആദ്യം അന്തവും പഠിച്ചില്ലേ, അപ്പൊ അന്തം. നെക്സ്റ്റ് പാദം. പാദം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയില്ലേ? എല്ലാവരും ഇങ്ങോട്ട് നേരെ നോക്കിയിരിക്കണേ, ഒരാളും സൈഡിലേക്ക് നോക്കണ്ട. ഓക്കെ, ഷാനിഫെ എഴുതിയോ മോനെ? എഴുതിയാ? അപ്പൊ നമ്മൾ 3 എണ്ണം പറഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞത്? മാമറ, അന്തം, പാദം. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ? ജസ്റ്റ് ഒരു ഡൗട്ട്. എഴുതിയോ? എഴുതിയാ? മിസ് അതില് പറഞ്ഞ അർത്ഥമല്ല, ഞാൻ നേരെ അതിന്റെ അർത്ഥം എഴുതിയത്. അപ്പൊ നല്ല പോലെ പഠിക്കണം. അർത്ഥം പഠിക്കുമ്പോ എങ്ങനെ പഠിക്കണം? ഇപ്പം പാദത്തിന്റെ ഒരു പര്യായപദ എഴുതാൻ വന്നെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ മുഴുവൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ ഫ്രണ്ട് എന്നുള്ളത് മാത്രല്ല, അർത്ഥം എന്താന്ന് എഴുതണം. അപ്പൊ പാദം. നെക്സ്റ്റ് തൈത്തെന്നൽ. അപ്പൊ നാലാമത്തത് തൈത്തെന്നൽ. ഞാൻ പാടെടുക്കുന്ന സമയത്തിന് ഒരുപാട് തവണ പറഞ്ഞു അതിന്റെ അർത്ഥം. തൈത്തെന്നൽ. എന്തേ ഷാനിഫ ഇരിക്കുന്നു, വേഗം എഴുതിയേ. തൈത്തെന്നൽ. ഓക്കെ, 4 എണ്ണം എഴുതിയോ? അപ്പൊ 4 എണ്ണത്തിന് 2 മാർക്ക് കേട്ടോ. അപ്പൊ അര 1, അര 1, അങ്ങനെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇപ്പം പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് വിപരീത പദം എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്തേ ജസ്റ്റസ് എഴുതിയോ?
ഓക്കെ, അപ്പൊ വിപരീത പദം എഴുതുകയാണ്. എന്താണ്? സത്യം. ഓപ്പോസിറ്റ് വേർഡ് സത്യം. സത്യം. സത്യം എഴുതിയാ? യുവാൻ എഴുതി. ഓക്കെ, എല്ലാരും എഴുതിയല്ലേ? സത്യം. നെക്സ്റ്റ് നാനി. നാനി. മനസ്സിലായില്ല. നാനി. നാനി എന്ന് പറഞ്ഞ ആരാ? അറിവുള്ളവൻ അല്ലേ? നാനി. ജ്ഞാനിയാണോ മിസ്സേ? ആ, ഞാൻ കേട്ടത് നാനി നാനി. അതെ, ജ്ഞാനി അറിവുള്ളവൻ ഇല്ല അർത്ഥം വരുന്നേ. എഴുതിയോ? എഴുതിയോ? ഓക്കെ. നെക്സ്റ്റ് കരുണം. കരുണം. മീൻസ് കരുണം. ആ, കരുണം. കരുണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദയ അല്ലേ? കരുണം, കരുണ, ദയ. ഓക്കെ. അപ്പൊ കരുണ ഇല്ലാതെ പെരുമാറുന്നതിന് എന്താണ് ഓപ്പോസിറ്റ് വേർഡ്? അതാ ഇതുണ്ടത്. എഴുതിയോ? എല്ലാരും എഴുതിയോ? എന്റെ ജസ്റ്റ് ആലോചിക്കുന്നേ. എഴുതി കഴിഞ്ഞോ? എഴുതിയോ? അതെ അല്ലേ, എല്ലാം പഠിച്ച് റെഡി ആയിട്ടാണുള്ളത്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ധർമ്മം. ധർമ്മം. എഴുതിയോ ശ്രീവിഷ്ണു? ധർമ്മം. ഓക്കെ. ജോയൽ മോൻ ഇപ്പൊ വന്നതേ ഉള്ളൂ അല്ലേ? ചെറിയൊരു എക്സാം നടത്തിയാണ് നമ്മള്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു അറിയോ? അർത്ഥം എഴുതുക എന്നാണ്. അതില് ഫസ്റ്റ് മിസ് പറഞ്ഞത് മാമറ, അതിന്റെ അർത്ഥം എഴുതണം. നെക്സ്റ്റ് വൺ എഴുതിക്കോ, മാമറ അർത്ഥം എഴുതി. ഫസ്റ്റ് എന്നിട്ട് 1 എന്നിട്ട് എഴുതി. എഴുതിയോ? ജോലി ഇപ്പൊ വന്നതേ ഉള്ളൂ അല്ലേ ജോലെ? കുറച്ച് എഴുതിയോ? അഫ്രാസ് യൂസഫ് വരുന്നുണ്ട് അത്ര. രണ്ടാമത്തത് അന്തം. എഴുതിയോ? മൂന്നാമത്തത് പാദം. ഫോർത്ത് വൺ തൈത്തന്നൽ. നെക്സ്റ്റ് ഓപ്പോസിറ്റ് വേർഡ് എഴുതാനാണ്. ഈ 4 അർത്ഥം എഴുതി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ് എഴുതാനാണ്. ഓപ്പോസിറ്റ് വേർഡില് ഏതൊക്കെ പറഞ്ഞു? സത്യം പറഞ്ഞു, നാനി പറഞ്ഞു, മൂന്നാമത്തത് കരുണം, നാലാമത്തത് ധർമ്മം. അപ്പൊ അത് 4 എണ്ണായി അല്ലേ? ഓക്കെ, കഴിഞ്ഞോ എല്ലാവർക്കും? അഫ്രാസ് ലേറ്റ് ആയി അല്ലേ വരാൻ? അഫ്രാസെ ഒന്നുകൂടി പറയേണ്ടി വരുമോ? അഫ്രാസ് പ്ലീസ്. ഓക്കെ, നമ്മളിവിടെ ഒരു ചെറിയൊരു കുഞ്ഞു പരീക്ഷയായിരുന്നു ഇടുന്നത്. അപ്പൊ നീ അതിൽ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ അല്ലേ മോൻ? അപ്പൊ ഞാൻ ആദ്യം അർത്ഥം എഴുതുക. എഴുതിക്കോ, എടുത്തോ, നോട്ട്ബുക്ക് എടുത്തോ. നോട്ട്ബുക്കോ A4 ഷീറ്റോ എടുത്തോ. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. ആദ്യത്തേത് മാമറ. അർത്ഥം എഴുതുക എന്നുള്ളത് മാമറ. നമുക്ക് ടൈം കഴിയും. മാമറ. നെക്സ്റ്റ് വൺ അന്തം. അശ്വിൻ എഴുതിയ മോനെ? അന്തം സ്റ്റാർട്ട് ചെയ്യില്ലേ? വേഗം എഴുതി വെക്ക്. കൊറേ കുട്ടികള് വെയിറ്റ് ചെയ്യും. മാമറ, അന്തം. ആദ്യം മാമറ, അതിന്റെ അർത്ഥം എഴുത്.
അത് കഴിഞ്ഞിട്ട് അന്തം. നെക്സ്റ്റ് തൈത്തെന്നൽ അല്ല പാദം. അത് കഴിഞ്ഞിട്ട് തൈത്തെന്നൽ. ആദ്യത്തത് മാമറ. അർത്ഥം എഴുത്. അപ്പൊ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഓപ്പോസിറ്റ് വേർഡ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, അതായത് മൂന്നാമത്തെ റോമൻ ലെറ്റർ മൂന്നാമത്തെ ഇട്ടിട്ട് എഴുതിക്കുക. മാതൃക നോക്കി പൂരിപ്പിക്കുക. അതായത് പൂരിപ്പിക്കുക. മോൻ മാമറ എഴുതിയോ? അഫ്രാസും ജോയലും മാമറ എഴുതി. അന്തം എഴുതിയോ? അന്തം രണ്ടാമത്തെ അർത്ഥം എഴുതുക. അന്തം എഴുതിയോ? മൂന്നാമത്തത് പാദം. 4 തൈത്തന്നൽ. ഓ എന്താ അഫ്രാസേ? മിസ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു കഴിഞ്ഞ ദിവസം, അതായത് ബുധനാഴ്ച. എല്ലാരും കേട്ടുവരുന്നല്ലോ മക്കളെ. നിങ്ങൾ ഗ്രൂപ്പ് എന്തായാലും ശ്രദ്ധിക്കണം. ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് ഞാൻ എന്റെ കാര്യം. അപ്പൊ ഞാൻ ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് അർത്ഥവും ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതി തരുന്നത്. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് എല്ലാ ദിവസവും ചെക്ക് ചെയ്യണം. ഗ്രൂപ്പിൽ വരുന്നത് കാരണം ഓൾറെഡി അധിക ഒന്ന് ഇടക്കിടക്ക് ഒന്ന് ചെക്ക് ചെയ്യണം പാരന്റ്സ് എങ്കിലും. കാരണം അല്ലെങ്കിൽ അതങ്ങ് മുകളിലോട്ട് കയറിപ്പോയിട്ട് നമ്മൾ കാണൂല. അല്ലെങ്കിൽ ടുഡേ ഇന്നത്തെ ദിവസത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം വരില്ല, നിങ്ങൾ അറിയുമല്ലോ. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടാണ് അത് ഗ്രൂപ്പിൽ ഇടുന്നത് മെസ്സേജ്. അപ്പൊ ഇവിടെ 4 വേർഡാണ് പറഞ്ഞത് അർത്ഥം എഴുതാൻ. ഏതൊക്കെയാണെന്ന് അറിയോ? എഴുതുന്നുണ്ടോ മോൻ? ആദ്യം നമ്മൾ പറഞ്ഞ മാമറ, രണ്ടാമത്തത് അന്തം, മൂന്നാമത്തെ പാദം, നാലാമത്തെ തൈത്തന്നൽ. എഴുത്. 4 എഴുതി കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് വേർഡ് പറയാം. ഓക്കെ, അപ്പൊ പൂരിപ്പിക്കുവാൻ എഴുതിയല്ലേ നിങ്ങള്? അപ്പോ മാലോകർ എങ്ങനെയാ വരും? അത് നമ്മള് ഉദാഹരണം മാമറ മഹാമറ എന്നുള്ളതാണ് ഉദാഹരണം. അപ്പൊ അതുപോലെ മാലോകർ. അതെ, എഴുതിയോ? അഫ്രാസ് എന്തേ മോനെ? ജോയൽ എഴുതിയോ മോനെ? ഓപ്പോസിറ്റ് വേർഡ് എഴുതിയോ? ഓപ്പോസിറ്റ് വേർഡ്. ഓക്കെ, ഏതൊക്കെ പറഞ്ഞ? 4 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്തേ അഫ്രാസ്? ഒന്നുകൂടെ പറയോ? കേട്ടില്ല. ഇപ്പൊ ചോദിച്ചതാണോ? മാലോകർ. എന്തേ അഫ്രാസേ? പറഞ്ഞോ അഫ്രാസേ. പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അപ്പൊ ഇനി അടുത്ത ക്ലാസ് മുതൽ ഇത് ശരിയാവില്ല കേട്ടോ. പഠിച്ചിട്ട് തന്നെ വരണേ. മോൻ അറിയാത്തോണ്ടല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഇന്നത്തത് കുഴപ്പമില്ല. ഇനിയിപ്പൊ അടുത്ത എക്സാം മുതൽ ഇങ്ങനെ ആവൂല കേട്ടോ. ഇപ്പൊ അറിയില്ല അല്ലേ ഒന്നും? ശ്രീവിഷ്ണു വീഡിയോ ഓൺ ചെയ്തേ. ശ്രീവിഷ്ണു കിട്ടുന്നില്ലേ? അപ്പൊ മാലോകർ എഴുതിയോ എല്ലാവരും? നെക്സ്റ്റ് മഹാബലി. അല്ല, നോ മാബലി. അത് വേണ്ട അല്ലെ നമുക്ക് ക്വസ്റ്റ്യൻ? നെക്സ്റ്റ്. ഓക്കെ, എല്ലാവർക്കും ഉത്തരം അറിയാല്ലേ? മാമരം. മാബലി വേണ്ട കേട്ടോ, അത് വീട് പുറത്തായി പോയി. ഓക്കെ, എല്ലാ കുട്ടികളും ഇവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ, അപ്പൊ മാമരം പറഞ്ഞു. അപ്പൊ 2 എണ്ണാണ് നമ്മൾ പറഞ്ഞു. മാലോകർ, മാമരം. എഴുതിയില്ലേ? അപ്പൊ 2 4 1 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയല്ലോ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞാല് ഉത്തരം എഴുതുക. ഉത്തരം എഴുതുകയില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ കനിവിനാൽ എന്തെല്ലാം ഉണ്ടാകണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ കനിവിനാൽ എന്തെല്ലാം ഉണ്ടാകണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്? ഇത് ജസ്റ്റ് ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് നല്ല പോലെ എഴുതാൻ പറ്റും. ടീച്ചർ ഒരു 10 തവണയെങ്കിലും കുറഞ്ഞത് പറഞ്ഞിട്ടുണ്ടാവും ഒരു ക്ലാസ്. ദൈവത്തിന്റെ കനിവിനാൽ എന്തെല്ലാം ഉണ്ടാകണമെന്ന്. ഓ, നമ്മുടെ രീതിയിലൊക്കെ വാക്കിലായാലും എഴുതേ, പക്ഷെ പഠിച്ചിട്ട് തന്നെ എഴുതണം ഇനി മുതൽ അങ്ങോട്ട്.
ഓക്കെ, അതിനാണല്ലോ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി തരുന്നത്. അപ്പൊ നിങ്ങളെ വാക്കിലെങ്കിലും നോക്കട്ടെ കഴിവുണ്ടോന്ന്. ഓക്കെ, മിസ് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടില്ല. ആര്? ഷാനിഫ. അടി ഞാൻ തരും, വടി എടുത്തിട്ട് ഷാനിഫിക്ക്. ആ, അങ്ങനെ ഒരു എക്സ്ക്യൂസ് നമ്മുടെ അടിയിൽ ഉണ്ടാവരുത് ഒരിക്കലും കേട്ടോ. നമ്മള് കുട്ടികളാണ്, എപ്പോ എല്ലാ ദിവസവും അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങള് അന്നന്ന് ചെയ്തിരിക്കണം. കാരണം നമ്മൾ നാളെ എന്ന് പറഞ്ഞ ഒരു കാരണവശാലും വെക്കരുത് ഒരു കാര്യം. ഇപ്പൊ പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിൾ 2 ക്വസ്റ്റ്യൻ ഉള്ളത്. പിന്നെ ശരിക്കും പറഞ്ഞ 5-ൽ 2-ലൊക്കെ ഒരു 9 ക്വസ്റ്റ്യനുകളുണ്ട് ഒരു പാഠത്തിന്. നിങ്ങൾക്ക് വെറും 2 ക്വസ്റ്റ്യൻ. അതും ഞാൻ ഒരുപാട് വീരഭഗത്തിന്റെ അകത്ത് 10 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. ഉണ്ട്, അതുണ്ട്. ഇപ്പോഴത്തേനുണ്ടോ? ഇല്ലല്ല. അപ്പൊ നമ്മൾ പഠിക്കേണ്ട ടൈമിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു വിഷയമല്ല മുമ്പോട്ട് കൊണ്ടുപോകാൻ, അല്ലേ ജസ്റ്റേ? അല്ലേ ജിവാന? 10 ക്വസ്റ്റ്യൻ നമുക്ക് അന്നന്ന് പഠിക്കാം. സൂപ്പർ. അഫ്രാസേ മോന് ക്വസ്റ്റ്യൻസ് അറിയുമെങ്കിൽ എന്നാ എഴുതിക്കോ. എന്താണ്? ദൈവത്തിന്റെ കനിവിനാൽ എന്തെല്ലാം ഉണ്ടാകണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്. എന്റെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യണേ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ഓക്കെ, എന്തൊക്കെ ദൈവത്തിന്റെ കനിവിനാൽ എന്തെല്ലാം ഉണ്ടാകണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്? ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തേ മോനെ. ജോയൽ എഴുതിയ മോനെ? എഴുതിയോ? അടി കിട്ടും, അടി. വേഗം എഴുതിക്കോണം. ആരും നോക്കിയിട്ടൊന്നും എഴുതണ്ട, പഠിച്ചത് മാത്രം എഴുതിയാ മതി. മിസ് ഇവിടുന്ന് നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ അടുത്തൊന്നും ഇല്ല, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല എന്നൊന്നും ആരും വിചാരിക്കരുത്. വേഗം എഴുത്. നിങ്ങൾ പഠിച്ചതിനെ ക്ലാസ് ബേസ് ചെയ്തുകൊണ്ടെങ്കിലും എഴുത്. ഹെവൻ പിന്നെ അങ്ങനെ എഴുതിക്കോളൂ. ഹെവൻ ആകെ 2 ക്വസ്റ്റ്യൻസ് എഴുതി കൊടുത്തില്ല, എനിക്ക് അതന്നെ എനിക്ക് എക്സ്ക്യൂസ്. കഴിഞ്ഞു. ജുവാനക്ക് കഴിഞ്ഞു. ഒന്നും കൂടി പറഞ്ഞേ. ദൈവത്തിന്റെ കനിവിനാൽ എന്തെല്ലാം ഉണ്ടാകണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്? എഴുതിയോ? അത് ജസ്റ്റ് ഒരു 2 തവണ വായിച്ചവരിക്കാൻ നല്ലപോലെ ആൻസർ ചെയ്യാം. എഴുതി കഴിഞ്ഞു എല്ലാവരും? ശ്രീവിഷ്ണു, അലീമ എഴുതിയ മോളെ? ഇല്ല അല്ലെ? ഇങ്ങനെ ആക്കിയാ മതി. അടി ഞാൻ എന്തായാലും തരും. ഹലീമയുടെ വീട്ടിൽ ഞാൻ ഇടക്കൊന്ന് പോകുന്നുണ്ട് അല്ലേ ഹലീമ? നോട്ടൊക്കെ കംപ്ലീറ്റ് ആണോ ഒന്ന് നോക്കണം. അതിൽ കുറെ കുട്ടികളെല്ലാം എഴുതി. ജസ്റ്റ് ആതിര, ജുവാന, ആതിര എഴുതി, ജസ്റ്റ് ജുവാന എഴുതി. നിജാദ് ജോയൽ എന്റെ എഴുതുന്നില്ലേ മോനെ? കുറച്ചറിയാം, അത് എഴുതുവാ. കുറച്ചെന്നെ അത്രേ ഇല്ലു ആകാ ക്വസ്റ്റ്യൻ ആൻസർ. എഴുതി നിജാദ് എഴുതി. അശ്വിൻ എഴുതുന്നുണ്ടോ? അശ്വിൻ ഇങ്ങോട്ട് നോക്കാനൊന്നും പാടില്ല. എഴുതി കഴിയുന്നത് എഴുതി. നെക്സ്റ്റ് ഷാനിഫ്. കെ ഹെവൻ എഴുതി. ശ്രീവിഷ്ണു, അഫ്രാസെ എന്തെങ്കിലും എഴുതുമോനേത്? നിങ്ങൾ ഇനി ഇങ്ങനെ ഒരു അശ്വിൻ എഴുതി ഒരു എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിക്റ്റേഷൻ ഒക്കെ പറഞ്ഞ നിങ്ങൾ എല്ലാം ഒന്ന് പഠിച്ചിട്ട് വരാൻ ശ്രദ്ധിക്കും മക്കളെ. അപ്പോഴേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇനിയിപ്പോ ഈ പാഠം ഒന്നുകൂടി പരീക്ഷയ്ക്ക് വരും അല്ലേ? ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പോറ്റി നീ നൽവരം നൽകിയിടേണം.
എന്ന പ്രാർത്ഥനയിൽ എന്തെല്ലാമാണ് നൽവരമായി ഉദ്ദേശിക്കുന്നത്? പോറ്റി നീ നൽവരം നൽകിടേണം എന്ന പ്രാർത്ഥനയിൽ എന്തെല്ലാമാണ് നൽവരമായി ഉദ്ദേശിക്കുന്നത്? നല്ല ക്വസ്റ്റ്യൻ ആണ്, രണ്ടെണ്ണം. ആ പാഠത്തിന് ബേസ് ചെയ്തുകൊണ്ടുള്ള 2 ക്വസ്റ്റ്യൻ. അതില് ക്വസ്റ്റ്യൻ നമ്പർ ശ്രദ്ധിക്കണം. നമ്പർ ഇട്ടത് അതേ ക്വസ്റ്റ്യന്റെ ആൻസർ തന്നെ ആയിരിക്കണം. എന്തേ ഹെവൻ? പാട്ട് തന്നെ എഴുതി വെച്ചാൽ ഒന്നും പോരാ, നല്ല വൃത്തി എഴുതണം ക്വസ്റ്റ്യൻ ആൻസർ. ഇതിന്റെ എക്സ്ക്യൂസ് ചെയ്യാൻ കാണിച്ചു തരാം. റിപ്പീറ്റ് ചെയ്യുവോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പോറ്റി നീ നൽവരം നൽകിയിടേണം എന്ന പ്രാർത്ഥനയിൽ എന്തെല്ലാമാണ് കവി നൽവരമായി ഉദ്ദേശിക്കുന്നത്? 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. 2 ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് നമ്മളിപ്പോ എഴുതുന്നത്. അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ കനിവിലാൽ എന്തെല്ലാം ഉണ്ടാകണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത് എന്നാണ്. രണ്ടാമത്തതാണ് പോറ്റി നീ നൽവരം നൽകിയിടണം എന്ന പ്രാർത്ഥനയിൽ എന്തെല്ലാമാണ് നൽവരമായി ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാരും ഇന്ന് ശ്രീവിഷ്ണു മോനെ പോയോ? ശ്രീവിഷ്ണു എക്സാം ഇപ്പൊ നമ്മൾ ഈ ടൈം കഴിഞ്ഞു, അതായത് 7:40 കഴിയുമ്പോൾ നമ്മളെ ഈ ഇത് കട്ടാവും. അപ്പൊ ആ ടൈമിൽ തന്നെ ഓൺ ടൈമിൽ എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് മിസ്സിന്റെ ഗ്രൂപ്പിലേക്ക് ഇടണം, പേഴ്സണൽ നമ്പറിലേക്ക്. ഓക്കെ, പിന്നെ ടൈം എടുക്കരുത്, ക്ലിയർ ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. പിന്നെ ജസ്റ്റ് ഒന്ന് പാരന്റ്സ് എന്തെങ്കിലും അടുത്തുണ്ടെങ്കിൽ ഒന്ന് സൈൻ ചെയ്തിട്ട് വാങ്ങും. നിങ്ങൾ എഴുതിയത് നോക്കാതെയാണെന്നുള്ളൊരു വിശ്വാസമാണല്ലോ എല്ലാം. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻ എഴുതിയോ? 2 ക്വസ്റ്റ്യന് ഒന്നിന് 2.5 വെച്ച് തരും. അപ്പൊ 5 മാർക്ക്. അപ്പൊ 5 5 10, ടോട്ടൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് സിമ്പിൾ ആണ്. ഇനി നമുക്ക് എല്ലാ പ്രാവശ്യവും ഒരു പാഠം കഴിയുമ്പോൾ ഇതുപോലൊരു എക്സാം വെക്കും. അപ്പൊ എല്ലാ കുട്ടികളും നല്ലപോലെ അറ്റൻഡ് ചെയ്യണം. ഇന്നത്തെ പോലെ എക്സ്ക്യൂസ് ഒരു കാരണവശാലും പറയരുത്. ഇത് ഫസ്റ്റ് തവണ ആയതുകൊണ്ട് ഞാൻ ഒന്ന് ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് അത് ഉണ്ടാവില്ല. നല്ല മക്കളായിട്ട്, ഞാൻ കുറെ ദിവസം എടുത്തൊരു പാഠാണിത്. അപ്പൊ നല്ല മക്കളായിട്ട് ഇനി അങ്ങോട്ട് ഇതുപോലെ പഠിച്ചിട്ട് മുമ്പോട്ട് പോകണം. അപ്പൊ പോറ്റി നീ നൽവരം നൽകിയിടണം എന്ന പ്രാർത്ഥനയിൽ എന്തെല്ലാമാണ് നൽവരമായി കവി ഉദ്ദേശിക്കുന്നത്? എഴുതിയോ? ഓക്കെ, ഹെവൻ എഴുതി. കംപ്ലീറ്റ് ആൻസർ അതിലുണ്ടാവണം. എഴുതിയോ? എഴുതിയല്ലേ? എല്ലാവരും എഴുതിക്കോ, എല്ലാം എഴുതിക്കോ. ജോയൽ എന്തായി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിക്കൊന്നുമില്ലല്ലോ? ഉണ്ടോ? അഫ്രാസെ എന്തായി മോനെ? എഴുതിയോ? എന്തെങ്കിലും എഴുതിയോ? ഒന്നും. ഒരു പാഠം കഴിഞ്ഞ് ഇനി എക്സാം ഒന്നും പറയാനൊന്നും ആക്കണ്ട. നിങ്ങൾ അന്നന്ന് അത് പഠിക്കണം. ഒരു പാഠം കഴിഞ്ഞ് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും മീനിങ്ങും ഒക്കെ എഴുതി തന്നു കഴിഞ്ഞാൽ ആ പാഠം കംപ്ലീറ്റ് ആയി അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ അന്നേരം തന്നെ പഠിക്കണം. ഓക്കെ, അതിലെ കഴിക്കും. അപ്പൊ അങ്ങനെ മുമ്പോട്ട് പോയാൽ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റും. ജസ്റ്റ് ഓക്കെ, സൂപ്പർ. ജുവാന. നെക്സ്റ്റ് ആർക്കാ കഴിഞ്ഞ്? നിജാദ് കഴിഞ്ഞോ മോനെ? ഒന്നിനും. അതുപോലെ തന്നെ എഴുതാൻ നല്ലപോലെ പഠിക്കണേ. ചില കുട്ടികൾക്ക് നല്ല വൃത്തി എഴുതാൻ അറിയും. നമ്മളെ കഴിഞ്ഞ വർഷത്തെ കുറെ കുട്ടികളെ നമുക്കറിയാം, നല്ലപോലെ എഴുതാൻ അറിയും. ഒന്നും തെറ്റൊന്നും ഇല്ലാതെ എഴുതും. അപ്പോ ബാക്കി കുറച്ച് കുട്ടികളുണ്ടായിരുന്നു എഴുതാൻ കുറച്ച്, അതായത് വള്ളിയും പുള്ളിയും ഇടാതെ ഓക്കെ എഴുതി കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്. അതുപോലെ ആകരുത്, നല്ലപോലെ എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം. അതുപോലെ പത്രമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നെ വായിക്കാൻ, മലയാളം ആയാലും വായിക്കാൻ അറിയണല്ലോ. അതുകൊണ്ട്
നല്ലപോലെ തന്നെ പഠിച്ച് മുമ്പോട്ട് പോടുക. വള്ളിയും പുള്ളിയും ഇടുന്ന സമയത്ത് ചിഹ്നങ്ങൾ നല്ലപോലെ യൂസ് ചെയ്യണം. തെറ്റായപ്പോയാൽ തെങ്ങ് വേറെ എന്തെങ്കിലും ആവും അല്ലെ? തെങ്ങ് നേരുന്നത് എന്തെങ്കിലും ഒന്ന് കൂടിപ്പോയാൽ വാക്കേ മാറും, എല്ലാം വാക്കേ മാറും. അതുപോലെ ഇടരുത്. ഒരു കാരണവശാലും നിങ്ങൾ വള്ളി ഇടേണ്ട ടൈമിൽ വള്ളി ഇടണം. അതുപോലെ ചിഹ്നങ്ങൾ എല്ലാ ചിഹ്നങ്ങളും നല്ലപോലെ ഇടണം. ഓക്കെ, കഴിഞ്ഞോ ശ്രീവിഷ്ണു? അപ്പോ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ആദ്യത്തെ മീനിങ്ങിന് 4 2 മാർക്ക്. അപ്പൊ നമുക്ക് ആയോ? ആയി അല്ലേ? 2 2 4 1 2. ഓപ്പോസിറ്റ് വേർഡിന് 2 4 പിന്നെ ഒരു ഇല്ല, പിരിച്ചെഴുതുക തന്നിട്ടില്ല. അന്നേരം പിന്നെ അത് തന്നു കഴിഞ്ഞാൽ ഇനി 15 മാർക്ക് ആക്കണം, അതുമില്ല. പ്രശ്നമില്ലാന്ന്. അപ്പൊ ഇനി മുതൽ ഇങ്ങനെയൊന്നല്ല, അർത്ഥം മുഴുവൻ ഇടും. ഏത് പഠിക്കാതിരിക്കൊന്നും വേണ്ട. ഏതെങ്കിലും 3 മിസ് ചോദിക്കൊന്നും വിചാരിക്കണ്ട ആരും. അപ്പൊ നമ്മള് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്തത് അല്ലേ? ഓക്കെ, എല്ലാവരും നല്ലപോലെ കംപ്ലീറ്റ് ചെയ്തിട്ടാവുന്ന അറിയാം മിസ്സിന്. ഓക്കെ, അപ്പൊ പിരിച്ചെഴുതി വിടുമ്പോ 12 മാർക്ക് ഇടണം. പിന്നെ എഴുതണോ? ഓക്കെ, മതി. അപ്പൊ പിന്നെ ഇന്നത്തെ നമ്മുടെ എക്സാം പൂർത്തിയായി അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നോക്കട്ടെ ഇതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട്. അപ്പൊ അഫ്രാസ് എന്ത് ചെയ്യുന്നു മോനെ? ഇനി ഒരു എക്സാം കൂടി ഇതിട്ടാലോ? നോക്കട്ടെ മാർക്ക് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇന്നല്ല അടുത്തൊരു ക്ലാസ്. കാരണം അഫ്രാസ് പങ്കെടുത്തില്ല. അഫ്രാസ് അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഓ അയ്യോ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. വേണം ഒന്നുകൂടി ഇടാം. നോക്കട്ടെ റിസൾട്ട് എങ്ങനെയുണ്ട്. ഇതുപോലെ ഇനി ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ അഫ്രാസെ, ഇനി മുതൽ നമ്മളെ സെക്കൻഡ് പാഠം വരെ ഇതുപോലെ മുമ്പോട്ട് പോകും. ഒരു പാഠം കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും മീനിങ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലേ? പിന്നെ എക്സാം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഓൾറെഡി പഠിച്ചിരിക്കണം. ഏത് വിഷയത്തിന്റെ ആയാലും അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് കേട്ടോ നമ്മള്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പഠിക്കണം. അപ്പൊ എല്ലാവരും ഇന്നത്തെ ക്ലാസ് നമ്മൾ ഏകദേശം അടുത്ത പ്രാവശ്യത്തെ വീര ഭഗത് സിംഗിന്റെയാ? ഇനി വീര ഭഗത് സിംഗിന് ഞാൻ അർത്ഥം ക്വസ്റ്റ്യൻ ആൻസർ എഴുതി തരും. അത് കഴിഞ്ഞ് നമുക്ക് അതിനൊരു എക്സാം ഉണ്ടാവും. പിന്നെ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ. അപ്പൊ എല്ലാവരും അന്നന്ന് പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ അന്നന്ന് പഠിക്കുക കേട്ടോ, ഏത് വിഷയമായാലും. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ജുവാന പറഞ്ഞതുപോലെ സെക്കൻഡ് പാഠത്തിന് 10 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നല്ലപോലെ പഠിക്കാണ്ടേ. ഈ 2 ക്വസ്റ്റ്യൻ പഠിക്കാൻ മടിയില്ലവര് പിന്നെ 10 ക്വസ്റ്റ്യൻ പഠിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ മുമ്പോട്ട് പോകരുത്. നല്ലപോലെ പഠിച്ചിട്ട് തന്നെ മുമ്പോട്ട് പോകണം. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം ഏകദേശം തീരാറായി അല്ലേ? പിന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ഇപ്പൊ എല്ലാവരും കഴിഞ്ഞല്ലോ, എക്സാം കഴിഞ്ഞല്ലോ. അവിടെ വെച്ചോ, താഴെ പേന വെച്ചോ. ഇനി അതിലൊന്നും തിരുത്തലുകൾ ഏർപ്പെടുത്തണ്ട. അപ്പൊ ഫോട്ടോ എടുത്തിട്ടാ മതി ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ. അപ്പോ ഇന്ന് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ പ്രഭാതഗീതം എന്ന കവിത ആരുടേതാണ്? പറഞ്ഞോ. ഓക്കെ, എത്ര പേർക്ക് അറിയാം? ഓക്കെ, KP കറുപ്പന്റെയാണ് പ്രഭാതഗീതം എന്ന കവിത അല്ലെ? അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണേ. പിന്നെ ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കാം. കാത്തരുളിയിടുക എന്തെങ്ങനെയാ പിരിച്ചെഴുതുക? ഊരിലുളി. ഓക്കെ, തൈത്തെന്നൽ. എല്ലാരും പഠിച്ചിട്ടുണ്ടല്ലേ? തൈ പ്ലസ് തെന്നൽ, തൈത്തെന്നൽ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ പാഠത്തിന്റെ വിചാരിക്കുന്നു അല്ലെ? അപ്പൊ നമ്മുടെ ഏകദേശം നമ്മുടെ ക്ലാസ്സിന്റെ സമയം തീരാറായി. എല്ലാ കുട്ടികളും ക്ലാസ് കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം? ഇത് ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഫോൺ നമ്പർ തരുവോ? ഫോൺ നമ്പറാ 97 എഴുതിക്കോ. 97 എഴുതിയോ? 44 24 44
706994. ഒന്നുകൂടി പറയാ 974469. എഴുതിയോ? 97 44 70 69. ഓക്കെ, കറക്റ്റ്. അശ്വിനെ ഇതിലൊക്കെ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു നോക്കി, നല്ല പോലെ കാണുന്നുണ്ട്. എന്തായിരുന്നു അശ്വിനെ? മിസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് റെക്കോർഡിംഗ് ആണ്. നിങ്ങൾ എന്ത് കോപ്രായം കഴിച്ചാലും എന്ത് ചെയ്യും, ഇത് കാണും നിങ്ങള്. അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഇരിക്കാൻ പറയുന്നത് ഞാൻ. അപ്പൊ അശ്വിന് മനസ്സിലായി ഞാൻ എന്താ ചെയ്തത്. ഓ ഏത് പറയുന്നീ കേൾക്കും. ആ എന്റത് ഞാൻ പറയുന്നത് കേൾക്കുന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം? ഓക്കെ, കേൾക്കും. ഞാൻ പറഞ്ഞത് അശ്വിൻ ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന് അശ്വിൻ അറിയണ്ടേ അല്ലേ അശ്വിൻ? എക്സാമ്പിൾ ആയിട്ട് പരീക്ഷയുടെ ഇടയ്ക്ക് മിസ് ആൻസർ പറഞ്ഞില്ലേ, അതുപോലെ. ആ അതല്ലേ, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഇത്ര നല്ല കുട്ടികളാന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല അല്ലേ? അപ്പൊ എല്ലാരും ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുകയാണ്, എല്ലാവർക്കും മനസ്സിലായി. ഞാൻ കൂടെ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ മനസ്സിലായില്ല മോനെ? ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട്. ആ ചെയ്താ സൂപ്പർ. ഓക്കെ, അപ്പൊ എല്ലാരും ഫോട്ടോ സെൻഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ടൈം ഏകദേശം തീരാ. എന്റെ ഹലീമ ഒന്നും മിണ്ടാതിരിക്കുന്നേ, അഫ്രാസ്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ എല്ലാവരും നല്ല കുട്ടികളായി വരണം. എല്ലാ കുട്ടികളും മാക്സിമം പങ്കെടുക്കുക. അപ്പൊ ആരോമലി, ജീവ ഒന്നും കാണുന്നില്ലല്ലോ ഇപ്പൊ. എഴുന്നേറ്റിട്ടുണ്ടാവില്ല അല്ലേ? നിങ്ങളെപ്പോലെ നല്ല കുട്ടികളല്ലാലേ. ഓക്കെ, അപ്പൊ എല്ലാവരോടും ബൈ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പൊ അന്ന് എല്ലാരെയും മാർക്കും ഉണ്ടാവും കേട്ടോ എന്റെ കയ്യില്. ഓക്കെ, ബൈ, സി യു. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കേട്ടോ. ഒരു ചാറ്റ് വന്നിട്ടുണ്ടല്ലോ, ഷാനിഫ്. ഓക്കെ, എന്ത് ചെയ്യുന്നേ? ബൈ, സി യു.